ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി കേക്ക് റെസിപ്പിയും പിന്നെ കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 29 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് സർപ്രൈസൊക്കെ കൊടുത്തു, അതൊക്കെ ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സൂപ്പർ ബർത്ത്ഡേ കേക്ക് കൂടി ഇതിൽ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ബർത്ത്ഡേ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഞാനൊരു മെഹന്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ഇതെനിക്ക് ഹന്ന ബൈ ആലിയ എന്നൊരു ഇൻസ്റ്റാ പേജ് സെൻഡ് ചെയ്ത് തന്ന കുറച്ച് മെഹന്തി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ മെഹന്തി പ്രോഡക്റ്റ്സ് ആണ് ഇതിലുള്ളത് നോക്കാം. ഇത് മെഹന്തിയുടെ യൂസും ആഫ്റ്റർ കെയർ ടിപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡാണ്. പിന്നെ ഉള്ളത് മെഹന്തി 2 മെഹന്തി കോൺസ് ഉണ്ട്, പിന്നെ 2 നെയിൽ കോൺസും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ മെഹന്തി കയ്യിലിട്ടാൽ ഡ്രൈ ആവില്ല, ഡ്രൈ ആയാൽ സ്പ്രേ ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ ആഫ്റ്റർ കെയർ ഓയിലും ഉണ്ട്, ആഫ്റ്റർ കെയർ ബാമും ഉണ്ട്. നമ്മൾ മെഹന്തി എടുത്തതിന് ശേഷം കയ്യിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ഓയിലും ബാമൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെയുള്ളത് ഹെയർ എണ്ണയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഗ്ലൗസും ഉണ്ട്. പിന്നെ നമ്മൾ ഹെയറിൽ എണ്ണ ഇട്ടാൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ തന്നെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണോ ഫ്രീസറിലാണോ എല്ലാം സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഓരോ പ്രോഡക്റ്റിൻ്റെ മേലെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹന്ന ബൈ ആലിയ എന്ന ഇൻസ്റ്റാ പേജ് എനിക്ക് സെൻഡ് ചെയ്ത് തന്ന മെഹന്തി പ്രോഡക്ട്സ്. പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. മെഹന്തി ഞാൻ ഇട്ട് നോക്കി, നല്ല പ്രോഡക്റ്റാണ്, നല്ല മെഹന്തി പ്രോഡക്ട്സ് ആണ് എല്ലാം. നല്ല സ്റ്റെയിൻ ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ് കേട്ടോ ഈ മെഹന്തിയുടെ. അപ്പോൾ എല്ലാവരും ആ പേജ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ബർത്ത്ഡേ കേക്കാണ് റെഡിയാക്കുന്നത്. ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ഫ്ലോർ മിക്സൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്ത് നല്ലോണം പൊങ്ങി വന്നാൽ ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സും 1/3 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുക്കുക. പാലിളം ചൂടുള്ള പാൽ ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യാം. ഇതുപോലെ ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് കുറേശ്ശെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഏത് കേക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിപ്പം ചെയ്യുന്നത് റെഡ് ബീ കേക്കാണ്. ഒറ്റ ബേക്കിങ്ങിൽ തന്നെയാണ് ഈ ഒരു റെഡ് ബീ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ഒരു ഫ്ലോർ മിക്സും പാലും ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 3 ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഈക്വലായിട്ട് 3 ബൗളിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് ബീ കേക്ക് 3 ഫ്ലേവറിലാണല്ലോ ഉണ്ടാവുക, വാനിലയും ചോക്ലേറ്റും റെഡ് വെൽവെറ്റും. നമ്മൾ ഓൾറെഡി വാനില ബാറ്റർ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബാറ്ററും റെഡ് വെൽവെറ്റിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലെ ബാറ്ററിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി റെഡ് വെൽവെറ്റിൻ്റെ ബാറ്റർ റെഡിയാക്കാം.
അതിനുവേണ്ടി ഈ ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ആഡ് ചെയ്തത്. ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെഡ് കളറാണ്. ഒരു 2-3 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ 3 ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു 7 ഇഞ്ചിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പുള്ളൊരു മോൾഡാണ് കേട്ടോ എടുത്തത്. ആ മോൾഡിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ചുറ്റും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 3 ബാറ്ററും കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3 ബാറ്ററും ഫുള്ളായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ചെയ്തെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 30 to 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്യാം. അങ്ങനെ ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 3 ഫ്ലേവറിലുള്ള കേക്കും ഇത് ഒറ്റ ബേക്കിങ്ങിൽ തന്നെ ബേക്ക് ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല 3 കളറായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു കേക്കിൽ 2 തരം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒന്ന് വാനില ഫ്രോസ്റ്റിങ്ങും മറ്റൊന്ന് ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങും ആണ്. അപ്പോൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ മാറ്റി വെക്കാം. പിന്നെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും കുറച്ച് ചോക്ലേറ്റ് ഗണാഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ രണ്ടിനും വേണ്ടിയിട്ട് കുറച്ച് അവിടെ മാറ്റി വെക്കാം. അതിൻ്റെ ബാക്കിയുള്ളത് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അങ്ങനെ കേക്കിന് വേണ്ട 2 ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഒരു ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കേക്കിലും ചെയ്യുന്നത് പോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സിറപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഫസ്റ്റ് വാനില ക്രീമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആൽമണ്ട്സ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ക്രീം ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ലെയറിൽ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് ഗണാഷും പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇതിലേക്ക് ഇട്ടെടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെറ്റ് ചെയ്ത് ക്രം കോട്ടിങ് ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇതിൽ ക്രം കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ.
അങ്ങനെ കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തത് കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ഫുള്ളായിട്ട് ഗണാഷ് വെച്ച് കവർ ചെയ്യുന്നില്ല, ടോപ്പിൽ മാത്രമേ ഗണാഷ് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂട് പോകാൻ വേണ്ടി വെക്കുക. ചൂടോട് കൂടി ഗണാഷ് കേക്കിലേക്ക് ഒഴിച്ചാൽ ഫ്രോസ്റ്റ് ചെയ്ത ക്രീമൊക്കെ മെൽട്ടായി വരും. അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അങ്ങനെ കേക്കിലെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഗണാഷ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കേക്കിൻ്റെ സൈഡിലൊന്നും സ്പ്രെഡ് ചെയ്യണമെന്നില്ല, ടോപ്പിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ, അതൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ലൈൻസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ ഗണാഷൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി കേക്കിന് ചുറ്റും വേഫേഴ്സാണ് കേട്ടോ വെക്കുന്നത്. ഇതുപോലത്തെ ഒരു 5-6 പാക്ക് വേഫേഴ്സൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പാക്കിന് 30 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇനി ഈ കേക്കിൻ്റെ സൈഡിൽ ഈ വേഫേഴ്സ് വെക്കാം. അങ്ങനെ കേക്കിൻ്റെ സൈഡിലൊക്കെ വേഫേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്ലവേഴ്സാണ് കേട്ടോ വെക്കുന്നത്. ഇതുപോലെ സൈഡിലും പിന്നെ കേക്കിൻ്റെ ടോപ്പിലുമായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് എഡിബിൾ അല്ല കേട്ടോ, പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇനി ഇതിന് മേലെ കുറച്ച് ചോക്ലേറ്റ്സ് കൂടി വെക്കാം. ഞാനിവിടെ ജിയോമെട്രിക് മോൾഡിൽ 2 ചോക്ലേറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും മറ്റൊന്ന് വൈറ്റ് ചോക്ലേറ്റിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോണ്ടനിൽ ലെറ്റേഴ്സ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിന് മേലെ ഫോണ്ടൻ്റ് വെക്കുമ്പോൾ ഒരിത്തിരി വെള്ളമാക്കിയിട്ട് വെച്ചാൽ ഈ ചോക്ലേറ്റിൽ അങ്ങ് ഫോണ്ടൻ്റ് നിന്നോളും. ഇനി കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് ഈ ലെറ്റേഴ്സിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അടുത്തത് കുറച്ച് ചോക്ലേറ്റ്സും ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫെറേറോ ചോക്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ കേക്കിലേക്ക് വെക്കാം. കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ വേഫേഴ്സൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോകും. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ വേഫേഴ്സ് വെച്ചെടുക്കുക. പക്ഷേ എനിക്ക് അതിനൊന്നും ടൈം ഉണ്ടാവില്ല, അതുകൊണ്ട് വേഫേഴ്സൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 2 kg ആണ്. അപ്പോൾ ഈ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് വാങ്ങിയത്, ഈ ഒരു ഷർട്ട് വാങ്ങിയത്. അപ്പോൾ എനിക്ക് തനിച്ച് പോയിട്ട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് സിസ്റ്ററുടെ ഹസ്ബൻഡുമാണ് പോയിട്ട് വാങ്ങിയത്. ഒരുപാട് നോക്കി, ഒരുപാട് ഷർട്ടിൻ്റെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നു. പക്ഷേ എനിക്ക് ഫുൾ ഡൗട്ടായിരുന്നു ഏതെടുത്താലേ ഇഷ്ടപ്പെടുവാന്ന്. കാരണം ഷെറാസ്കാർക്ക് ഒരു വക കളേഴ്സ് ഒന്നും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഏതെടുത്താലാ ഇഷ്ടപ്പെടുകയെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അവസാനം ഈ ഒരു ഷർട്ടിൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു കളറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് തന്നെ എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ കരുതിയത് ഷർട്ട്
ബേർഡിൻ്റെ ബോക്സിൽ തന്നെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ സിസ്സ പറഞ്ഞത് അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ബോക്സിൽ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ബോക്സാണ് കേട്ടോ. അങ്ങനെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി, ചോക്ലേറ്റൊക്കെ വെച്ചു, സൈഡിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ ഇത് ഈ ഒരു ഹൂപ്പും എൻ്റെ സിസ് ചെയ്തതാണ് കേട്ടോ. അവൾ സ്റ്റാർട്ടിങ് ആണ്, അത്രയേ ആയുള്ളൂ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇൻസ്റ്റയിലൊരു പേജ് ഉണ്ട്, സുവാസ് മാജിക് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഹൂപ്പ് കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് റിബൺ കൊണ്ട് ടൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ബർത്ത്ഡേ കേക്കിൻ്റെയും ഗിഫ്റ്റിൻ്റെ ഒന്നും കാര്യം ഇക്കാക്കനോട് പറഞ്ഞില്ല കേട്ടോ. ഇക്കാക്ക രാത്രി വരുന്ന ടൈം വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു. താഴെ വരുന്നത് കണ്ടപാടെ ഞങ്ങളെല്ലാവരും കേക്ക് എടുത്തിട്ട് മേലേക്ക് പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇക്കാക്ക മേലേക്ക് വരുന്നത് നോക്കിയിരിക്കലാണ്. ഫസ്റ്റ് ലൈറ്റ് ഇട്ടപാടെ ആക്കൊന്നും മനസ്സിലായില്ല, നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. കാരണം ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഈ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഓർഡേഴ്സൊക്കെ എടുക്കലും കുറവാണ്. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു വയ്യെങ്കിൽ പോട്ടെ, ഇൻഷാല്ലാ നമുക്ക് അടുത്തതിനാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുമെന്ന്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇക്കാക്കൻ്റെ കാര്യം ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടുമോ എന്നുള്ള. പക്ഷേ അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ ഗ്രാൻഡായിട്ടല്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കേക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.